ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴാണ് ബന്ധുക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് പോലെയാണ് രാജ്യത്തിന് ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായപ്പോഴാണ് രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനായത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. പിന്നെ ആ രാജ്യവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റു ചില സംഘടനകളും. അതിനെക്കുറിച്ചാണ് ഔട്ട്സ്പോക്കൺ ഈ ലക്കത്തിൽ പറയുന്നത്. ഒരു മുസ്ലിം ചെയ്യുന്ന തെറ്റ് മറ്റൊരു മുസ്ലിം എടുത്ത് കാട്ടരുത്, അത് മൂടി വെക്കണം എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതാണ്. പക്ഷെ അതൊരിക്കലും രാജ്യാന്തര തലത്തിൽ പ്രതിഫലിക്കുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം മുസ്ലിം അല്ലാത്ത കാഫിറുകളെ മാത്രം അവരുടെ ലിംഗം പരിശോധിച്ച് അമുസ്ലിം ആണെന്ന് ഉറപ്പുവരുത്തി പെഹൽഗാമിൽ ആ 26 പേരെ കൂട്ടക്കൊല നടത്തിയത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അതിനെ ഏതൊരാൾക്കും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ അറബ് രാജ്യങ്ങൾ പോലും നിശബ്ദത പാലിച്ചുകൊണ്ട് തള്ളിക്കളയുകയും പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ അറബ് രാജ്യങ്ങളും പാകിസ്ഥാന്റെ ഉറ്റ സുഹൃത്തായ ചൈനയുമെല്ലാം തന്ത്രപരമായ നിശബ്ദത പാലിച്ചപ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാനെ തള്ളുന്ന രീതിയിൽ നിലകൊണ്ടപ്പോൾ, പാകിസ്ഥാന് പ്രത്യക്ഷമായ പിന്തുണയുമായി എത്തിയത് ലോകത്ത് ആകെ 2 രാജ്യങ്ങളാണ്. ഒന്ന് തുർക്കിയും മറ്റൊന്ന് അസർബൈജാൻ. ഇതിൽ അസർബൈജാൻ എന്ന് പറയുന്നത് തുർക്കിയുടെ ഒരു ബാല്യക്കാരനെ പോലെ നിൽക്കുന്ന ഒരു നിലപാടില്ലാത്ത ഒരു കൊച്ചു രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ രാജ്യത്തെ വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഈ വിഷയത്തിൽ മതം നോക്കി പാകിസ്ഥാനെ സഹായിക്കുന്ന ആ നന്ദികെട്ട നിലപാട് ഒരിക്കലും ഭാരതത്തോട് കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആഗോള മുസ്ലിങ്ങളുടെ തലവനാകാൻ ശ്രമിക്കുന്ന എർദോഗന്റെ നേതൃത്വത്തിലുള്ള തുർക്കി മുസ്ലിം മതമൗലികവാദ വിഷയത്തിൽ ഇത്തരം നിലപാട് ലോകത്ത് സ്വീകരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ കടന്നു കയറി ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനം നടത്തിയ നരനായാട്ടിനെ ഒരിക്കലും ആർക്കും അനുകൂലിക്കാൻ സാധിക്കുന്നതല്ല. എന്നിട്ടും ഹമാസിന് അനുകൂലമായ നിലപാടാണ് തുർക്കി സ്വീകരിച്ചത്. പക്ഷേ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച മതം തിരഞ്ഞുള്ള പെഹൽഗാമിലെ കൂട്ടക്കൊലയെ തുടർന്നുണ്ടായ വിഷയങ്ങളിൽ ഭാരതത്തോട് തുർക്കി ഈ സമീപനം കാണിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. 2023 ഫെബ്രുവരിയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് തുർക്കിയിൽ ഉണ്ടായത്. വലിയ നാശനഷ്ടങ്ങൾ തുർക്കിയിൽ ആ ഭൂകമ്പത്തിൽ ഉണ്ടായി. അവിടെ ആദ്യം സഹായമായി എത്തിയ രാജ്യം എന്ന് പറയുന്നത് ഭാരതമാണ്. വെറുതെ ഒരു സഹായം നൽകുകയല്ല, മറിച്ച് ഓപ്പറേഷൻ ദോസ്ത്, ഓപ്പറേഷൻ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു മിഷനാണ് ഭാരത സൈനികരും മറ്റുദ്യോഗസ്ഥരും എല്ലാം അവിടെ നടത്തിയത്. അന്ന് 24 മണിക്കൂറും ദുരന്ത നിവാരണ സേനയും സൈന്യവും തുർക്കിയിലെ ഭൂകമ്പ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ടൺ കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ ദുരിതാശ്വാസ സാമഗ്രികളാണ് അന്ന് മിലിറ്ററി വിമാനങ്ങളിൽ തുർക്കിയിൽ എത്തിച്ചത്. ഇതിനോടൊപ്പം തന്നെ വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെയും തുർക്കിയിലെ ഹദേയിലെ ഇൻഗൺ ഡറൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫീൽഡ് ആശുപത്രിയും നമ്മുടെ സൈന്യം അന്ന് തുർക്കിക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ സുത്യർഹമായ സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുർക്കിയിലെ ഒരു സ്ത്രീ ഇന്ത്യൻ ആർമിയിലെ ഒരു വനിതാ സൈനികയുടെ മുഖത്ത് ചുംബിക്കുന്ന ആ ഒരു ചിത്രം അന്ന് ലോകം മുഴുവൻ വൈറലായതാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഭാരത സർക്കാർ നൽകിയ ആ സംഭാവനകളെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായം ശരിക്കും വിലപ്പെട്ടതായിരുന്നു എന്ന് തുർക്കിയുടെ ഇന്ത്യയിലെ അംബാസഡറായ ഫിയാത്ത് സുനൈൽ അന്ന് പറഞ്ഞത്.
ഇന്ത്യൻ സർക്കാരിൻ്റെയും ഇന്ത്യൻ ജനതയുടെയും ഇന്ത്യൻ സൈന്യത്തിൻ്റെയും വിലയേറിയ സഹായത്തിന് എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് സുനേൽ അന്ന് ട്വീറ്റ് ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നെത്തിയ ടൺ കണക്കിന് ദുരിതാശ്വാസ സാമഗ്രികളുടെ ചിത്രവും അന്ന് അദ്ദേഹം ട്വിറ്ററിൽ അതിനോടൊപ്പം പങ്കുവയ്ക്കുകയുണ്ടായി. ഇതുകൂടാതെ അഷ്ടിക്ക് വകയില്ലാതെ നട്ടം തിരിയുന്ന നമ്മുടെ കേരളം ഇവിടുത്തെ കുറെ ആൾക്കാരെ പ്രീതിപ്പെടുത്താനാണെങ്കിലും ഇല്ലായ്മയിൽ നിന്നും 10 കോടി തുർക്കിക്ക് കൊടുത്തു. ഇതൊന്നും മാത്രമല്ല, ഓട്ടോമൊബൈൽ, IT, തുരങ്ക നിർമ്മാണം, മെട്രോ റെയിൽ തുടങ്ങിയ മേഖലകളിൽ തുർക്കിയിലെ കമ്പനികൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ഡൽഹി ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി തുർക്കി കമ്പനികളുമായിട്ട് ഈ സംസ്ഥാനങ്ങളെല്ലാം പലവിധ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. തുർക്കിയും ഭാരതവുമായിട്ടുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 സാമ്പത്തിക വർഷത്തിൽ മാത്രം 89,066 കോടി രൂപയുടേതായി. ഇതിന്റെ ഒന്നും 7 അയലത്ത് പോലും വരികയില്ല തുർക്കിയും പാകിസ്ഥാനുമായിട്ടുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ. ആകെയുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യം ആണ് എന്നുള്ളത് മാത്രമാണ്. ഇത്രയൊക്കെ പരസ്പര സഹകരണവും കടപ്പാടും തുർക്കിക്ക് ഭാരതത്തോട് ഉണ്ടായിട്ടാണ് ലോകത്തെ തന്നെ നടുക്കിയ പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായവർക്കെതിരെ ഭാരതം നടത്തിയ ആക്രമണത്തിൽ ഭാരതത്തെ തള്ളിക്കൊണ്ട് പാകിസ്ഥാനൊപ്പം പരസ്യമായി നിലകൊള്ളുകയും അവർക്ക് ആയുധങ്ങളും ഡ്രോണുകളും മറ്റ് സാമഗ്രികളെല്ലാം നൽകി സഹായിക്കുകയും ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനായി പൈലറ്റുമാരെ വിട്ടു നൽകുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്കെതിരെ നിലപാടെടുത്തതുപോലെ പെഹൽഗാം വിഷയത്തെ അപലപിക്കുവാൻ പോലും തുർക്കി തയ്യാറായി. അതായത് ഒരു മാന്യതയോ മനസാക്ഷിയോ ഉള്ള ഒരു രാജ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് തുർക്കി എന്ന ഇസ്ലാമിക രാജ്യം ഭാരതത്തോട് ചെയ്തത്. അതിനെ അവരെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നത് മതം മാത്രമാണ്. ഇനി ഈ തുർക്കി എന്ന രാജ്യവുമായി നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്താണ് ഇടപാടെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തുർക്കിയിൽ വലുതായി ഭാരതീയർ പ്രവാസികളായിട്ട് കഴിയുന്നില്ല. എന്നിട്ടും 2019 നമ്മുടെ ഭാരതത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ ഒരു ഓഫീസ് തുർക്കിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്തിനു വേണ്ടിയായിരിക്കും? മാത്രവുമല്ല, അതിന്റെ മുഖ്യ സ്ഥാനത്ത് തുർക്കിക്കാരനായ മുഹമ്മദ് യൂസഫ് ഖാനെ നിയമിക്കുകയും ചെയ്തു. ഭാരതത്തിലെ ജനങ്ങൾ ആരുടെയും ആഹ്വാനം ഇല്ലാതെ തന്നെ തുർക്കി എന്ന രാജ്യത്തെ പല രീതിയിൽ ബഹിഷ്കരിക്കുവാൻ തയ്യാറാവുമ്പോൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് ഓഫീസ് അവിടെ തുറന്നു എന്നുള്ളത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഭാരതത്തിലെ ജനങ്ങളോട് വെളിപ്പെടുത്തണം. അല്ലാതെ എത്ര യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു അല്ലെ തകർന്നു വീണു അല്ലെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല തിരക്കേണ്ടത് പ്രതിപക്ഷ നേതാവ്. ഇതാണ് ഇവിടുത്തെ ജനങ്ങളോട് ഈ സമയത്ത് പറയേണ്ടത്. ഇതേപോലെ തന്നെയാണ് കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചില ഇസ്ലാമിക സംഘടനകളും ചില സ്ഥാപനങ്ങളും തുർക്കിയുമായിട്ട് നടത്തുന്ന ഇടപാടുകൾ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ തുർക്കിയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ഓർഫനേജുകൾ മുതൽ അംഗീകാരമില്ലാത്ത സർവകലാശാലകളും കോളേജുകളും വരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും പലതവണ തുർക്കി സന്ദർശിച്ചിട്ടുമുണ്ട്. ഈ ലീഗ് നേതാക്കളുടെ അറിവോടുകൂടെ തന്നെ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമില്ലാത്ത ഒരു സ്വകാര്യ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുന്നികളുടെ സ്ഥാപനമാണ്. ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് തുർക്കിയുമായിട്ട് ശക്തമായ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അങ്കാറയിലെ യൂണിവേഴ്സിറ്റിയുമായും തുർക്കിയിലെ എൽ ദരീം ബയാസിത് യൂണിവേഴ്സിറ്റിയുമായും ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ ഈ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ചില ബിരുദധാരികൾ PhDയും മറ്റു ഉപരിപഠനത്തിനുമായി
തുർക്കിയിലെ സർവകലാശാലകളിൽ പോയി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. തുർക്കിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഈ അംഗീകാരമില്ലാത്ത മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക യൂണിവേഴ്സിറ്റിക്ക് നിലവിൽ കേരളത്തിൽ 24 അഫിലിയേറ്റഡ് കോളേജുകളും കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ആസാമിലും പശ്ചിമ ബംഗാളിലും എല്ലാം മറ്റ് കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദിലെ മൗലാന ആസാദ് നാഷണൽ ഉറുദു സർവകലാശാലയും ഡൽഹിയിലെ തന്നെ മറ്റൊരു സർവകലാശാലയായ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയും എല്ലാം തുർക്കിയുമായിട്ടുണ്ടായിരുന്ന ധാരണാപത്രങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പെഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാന് തുർക്കി പിന്തുണ കൊടുത്തതിന്റെ പേരിൽ കടുത്ത ഇസ്ലാമിക നിലപാടുകൾ സ്വീകരിക്കുകയും മറ്റു രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾക്ക് ഫണ്ടുകളും മറ്റു സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്ന എർദോഗന്റെ നേതൃത്വത്തിലുള്ള തുർക്കിയുടെ ഫണ്ടിങ്ങിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കേരളത്തിലെ മതമൗലികവാദികൾക്ക് തുർക്കിയുമായിട്ടുള്ള ചങ്ങാത്തം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1920 തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയതിന്റെ പേരിലാണ് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് മാപ്പിളലുകൾ നടത്തി ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും എല്ലാം വംശഹത്യ നടത്തിയത്. അതുപോലെ തന്നെ തുർക്കിയിലെ എർദോഗൻ ക്രിസ്ത്യാനികളുടെ പള്ളിയായിരുന്ന ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത് മുസ്ലിം മോസ്കാക്കിയതിനെ ന്യായീകരിച്ച തങ്ങളാണ് ലേഖനം എഴുതിയ ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഈ തുർക്കിയിലെ സുൽത്താൻ എന്നാൽ ലോകത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ മുഴുവൻ ആധ്യാത്മിക നേതാവായ ഓട്ടോമൻ ഖലീഫേറ്റിന്റെ ഖലീഫ കൂടെയാണ്. അതായത് ഇസ്ലാമിക വിശ്വാസി സമൂഹം എന്ന അർത്ഥം വരുന്ന ഉമ്മത്തിന്റെ തലവനും പ്രവാചകൻ മുഹമ്മദിന്റെ നേരിട്ടുള്ള പിന്തുടർച്ചക്കാരനുമായ ആധ്യാത്മിക രാഷ്ട്രീയ നേതാവിന്റെ സ്ഥാനപ്പേര് കൂടെയാണ് ഖലീഫ എന്നുള്ളത്. അതായത് നിലവിലെ ഖലീഫ എന്ന് പറയുന്നത് തുർക്കിയുടെ രാഷ്ട്രത്തലവനായിട്ടുള്ള എർദോഗനാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്ന ഇവിടുത്തെ സംഘടനകളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തുർക്കിയിലേക്ക് ഇടയ്ക്കിടെ യാത്രകൾ നടത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ യാത്രകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്.